മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉറ്റവരെ എല്ലാം നഷ്ടപ്പെട്ട ശ്രുതിയെ നമുക്കറിയാം അല്ലേ. ശ്രുതി ഇന്ന് സർക്കാർ ജോലിയിൽ പ്രവേശിക്കുമെന്നൊരു സന്തോഷമാണ് പങ്കുവയ്ക്കാനുള്ളത്. 10 മണിയോടെ കളക്ട്രേറ്റിലെത്തിയാണ് റവന്യൂ വകുപ്പിൽ ക്ലർക്കായി ജോയിൻ ചെയ്യുക. കൂടുതൽ വിശദാംശങ്ങളുമായി കമൽ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും. കമൽ, ഗുഡ് മോർണിംഗ്. ശ്രുതിയെക്കുറിച്ച് ഒരുപാട് ആശങ്കയും സങ്കടവും ഒക്കെ നമ്മൾ മലയാളികൾക്കുണ്ടായതാണ്. പക്ഷെ അതിനിടയിൽ ഇപ്പോൾ ഇതൊരു ചെറിയ സന്തോഷം തോന്നുന്നു. ഇന്ന് ജോലിക്ക് ജോയിൻ ചെയ്യുകയാണ് ശ്രുതി. വിശദാംശങ്ങൾ പറയൂ കമൽ. മോത്തി, ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ കൃത്യമായി വാക്കു പാലിച്ചിരിക്കുന്നു. അതുതന്നെയാണ് ഇന്നലെ ടി സിദ്ദിഖ് MLA പറഞ്ഞത്. റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ ഉറപ്പ് ഇത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ശ്രുതിയെക്കുറിച്ച് നമുക്കറിയാം, ദുരന്തത്തിൽ വീട്ടുകാരെല്ലാം നഷ്ടപ്പെട്ടു. പിന്നീട് വീണ്ടും ഒരു ദുരന്തം കൂടി ശ്രുതിയുടെ ജീവിതത്തിലുണ്ടായി. ഒരു വാഹനാപകടം സംഭവിക്കുകയും പ്രതിശ്രുത വരനെ അപകടത്തിൽ നഷ്ടപ്പെടുകയും ശ്രുതിക്ക് കാലിന് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ കേരളം മുഴുവൻ ശ്രുതിയോടൊപ്പമായിരുന്നു. ശ്രുതിയുടെ സങ്കടങ്ങൾക്കൊപ്പമായിരുന്നു. നമ്മളെല്ലാവരും അതിനൊപ്പമായിരുന്നു. ആ ഘട്ടത്തിലാണ് ശ്രുതിക്ക് ഇപ്പോൾ റവന്യൂ വകുപ്പിൽ ക്ലർക്കായി സർക്കാർ വളരെ പെട്ടെന്ന് തീരുമാനമെടുത്ത ഒരു അപ്പോയിൻമെന്റ് ഓർഡർ നൽകിയിരിക്കുന്നത്. ശ്രുതി അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ അതിന്റെ സന്തോഷമൊക്കെ പങ്കുവെക്കുകയായിരുന്നു. കേട്ട ശേഷം തിരികെ വരാൻ തോന്നുന്നു. സന്തോഷമുണ്ട്. ഇന്ന് ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അറിയാലോ, സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അവരില്ലാത്തതിൻ്റെ സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ. പക്ഷെ മുന്നോട്ട് പോയി ജീവിക്കാനുള്ളൊരു കൈത്താങ്ങായതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. സർക്കാർ ഒരു വാക്ക് തന്നത് അതിന് സന്തോഷമുണ്ട്. ആരോടൊക്കെയാണ് ഈ ഘട്ടത്തിൽ നന്ദി പറയുന്നത്? ആരോടൊക്കെയാണ്? എല്ലാവരോടും. ഒരാളെ എടുത്തു പറയാൻ മാത്രമല്ല, എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് പറയാൻ. കഴിഞ്ഞ ദിവസം MLA ഇവിടെ വന്നിരുന്നല്ലോ. MLA ഉൾപ്പെടെ കൂടെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ കേക്ക് മുറിക്ക് വന്നിരുന്നല്ലോ. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പെട്ടെന്ന് വന്നതാണ് സാറ്. ഒരു മുൻകരുതലില്ലാണ്ട് പെട്ടെന്ന് വന്നപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് സാറെ കാണാൻ. റവന്യൂ മന്ത്രി വന്നിരുന്നല്ലോ. റവന്യൂ മന്ത്രി വിളിച്ചിരുന്നല്ലോ. അതിന് മുന്നേ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? സന്തോഷം, ജോലി കിട്ടിയതില് ഒരുപാട് നന്ദിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട് നിർമ്മാണം ഏതുവരെ ആയിട്ടുണ്ട്? പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീട്. കഴിഞ്ഞ ദിവസം ശ്രുതിയും ചുരൽമലക്കാരും ഒക്കെ കൂടി ഒരു യാത്ര പോയിരുന്നല്ലോ. അപ്പൊ യാത്രയിൽ എന്താണ് നിങ്ങളെ സംബന്ധിച്ച്? നിങ്ങൾക്ക് കുറെ ആൾക്കാരെ കാണാൻ പറ്റി? എന്താണ്? അതെ, കുറെ ആൾക്കാരെ കാണാൻ പറ്റി. പിന്നെ കുറെ ആൾക്കാരില്ലാത്തതിന്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം മറന്ന് ഞങ്ങൾ എല്ലാവരും ഉള്ള ആൾക്കാർ സന്തോഷത്തോടെ പോയിട്ട് വന്നു. റെഡി ആയിരുന്നുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ട്. ആരോടൊക്കെയാണ് നന്ദി പറയാനുള്ളത്? എല്ലാവരോടും നന്ദി പറയാണ്. എനിക്ക് വേണ്ടി തിരിച്ചു. താങ്ക് യു. കമൽ, എത്ര ശക്തിയായ പെൺകുട്ടിയാണല്ലേ. ആ വാക്കുകളുണ്ടല്ലോ, അത് വല്ലാതെ അഭിമാനം നൽകുന്നുണ്ട്. ഒപ്പം അത്ര ശക്തിയായതിൽ ഒരുപാട് സന്തോഷവുമുണ്ട് കമൽ. മോത്തി, അതുതന്നെയാണ്. ശ്രുതി വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ അതിജീവിക്കുന്ന ഒരു ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അവൾക്ക് അതിജീവിച്ചേ മതിയാവുകയുള്ളൂ. കാരണം ജീവിതം മുന്നോട്ട് പോകേണ്ടതാണ്. ഒരു സന്നദ്ധ സംഘടന വീട് നിർമ്മാണം ഏറ്റെടുത്തിട്ടുണ്ട്. വീട് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. അത് ഇനി തീരുന്നതിനനുസരിച്ച് ശ്രുതിക്ക് സ്വന്തമായൊരു വീട് കൂടിയാകും. റവന്യൂ വകുപ്പിൽ ക്ലർക്കായാണ് സർക്കാർ നിയമനം നൽകിയിരുന്നത്. നേരത്തെ ശ്രുതിക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയുണ്ടായിരുന്നു. ദുരന്തത്തിന് ശേഷവും ഒരു താൽക്കാലിക ജോലി ലഭിച്ചിരുന്നു. പക്ഷേ അതിനിടയിൽ വീണ്ടും അപകടം വന്നു. ഇപ്പോഴെന്തായാലും ഒരു സ്ഥിരം ജോലി സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നു. MLA യും മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ അത് നേരത്തെ പറഞ്ഞതാണ്. അതെന്തായാലും വളരെ പെട്ടെന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. അതിൻ്റെ സന്തോഷത്തിലാണ് ശ്രുതി. കഴിഞ്ഞ ദിവസം ചൂരൽമല ദുരന്തത്തെ അതിജീവിച്ച സ്ത്രീകൾക്കായി ഒരു യാത്ര സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ ശ്രുതി മൈസൂരിലേക്ക് പോയി വന്നതാണ്. അതിനു മുൻപ് ദുബായിൽ ഷാർജ ബുക്ക് ഫെസ്റ്റിവലിനും ഒക്കെ എത്തിയതാണ് ശ്രുതി. ഇന്നെന്തായാലും സന്തോഷത്തോടെ ജോലിയിൽ പ്രവേശിക്കുകയാണ്. ശരി കമൽ.